തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ ഹിന്ദു ഐക്യവേദി. മതപരിവർത്തന നിയമം പിൻവലിക്കണമെന്നത് അതിമോഹമെന്ന് RV ബാബു. നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് ഹിന്ദുക്കളെ മതം മാറ്റിക്കാനാണെന്നും വിമർശനം. മതം മാറ്റക്കാര്യത്തിൽ സഭകൾക്കുള്ളത് കുപ്രസിദ്ധ ചരിത്രമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. സജോ ഉണ്ട്. സജോ ദേവസ്യ, എങ്ങനെയെങ്കിലും ഒരു കരക്കടിപ്പിക്കാൻ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഓടുന്നതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ RV ബാബുവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, സംസ്ഥാന BJPയുടെ നിലപാട് ഇതര സംഘപരിവാർ സംഘടനകൾക്കുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഹിന്ദു ഐക്യവേദിയാണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും ഇതര സംഘടനകളാണെങ്കിലും സംസ്ഥാന BJPയുടെ നിലപാട് സ്വീകരിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതിൽ RV ബാബു തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് വിവിധ ക്രൈസ്തവ സഭകൾക്ക് ജോഷുവ പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്ട് 1ഉം 2ഉം ഒക്കെ രാജ്യത്ത് പലപ്പോഴും നടപ്പാക്കാൻ ശ്രമിച്ചതാണ്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അങ്ങനെ രാജ്യത്ത് മതം മാറ്റത്തിന് പദ്ധതിയുണ്ട്. മതപരിവർത്തന നിരോധന നിയമം മാറ്റണം, അല്ലെങ്കിൽ അത് റദ്ദാക്കണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്നൊക്കെയുള്ള ആവശ്യം നടക്കാൻ പോകുന്നില്ല. ആ വെള്ളം ബിഷപ്പ് പാംപ്ലാനി വാങ്ങിവെച്ചാൽ മതി എന്ന് അദ്ദേഹം അങ്കമാലിയിലെ പരിപാടിയിൽ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ മതപരിവർത്തന നിരോധന നിയമം തന്നെ ദുരുപയോഗിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലും ആ നിയമം പലപ്പോഴും വേട്ടയാടാനുള്ള ഒരു മാധ്യമമോ ഉപകരണമോ ആയി മാറുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വിഷയത്തിലാണ് രൂക്ഷമായ ഭാഷയിൽ നിലപാട് വ്യക്തമാക്കുന്നത് RV ബാബു. ഈ നിയമം പിൻവലിക്കാൻ ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നത് രാജ്യത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ യഥേഷ്ടം മതം മാറ്റാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. സേവനത്തിന്റെ മറവിൽ രാജ്യത്തെങ്ങും നടത്തിവന്ന മതം മാറ്റങ്ങളെ തടയിടാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് സർക്കാരുകളടക്കം സംസ്ഥാനങ്ങളിൽ ഈ നിയമനിർമ്മാണം നടപ്പാക്കാൻ തുടങ്ങിയത് കോൺഗ്രസ് സർക്കാരുകളാണ്. പിന്നീട് BJP സർക്കാരുകളും സമാനമായി മറ്റു പല സംസ്ഥാനങ്ങളിലും നിയമം കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ മതം മാറ്റം നിരോധിക്കപ്പെടേണ്ടതാണ്. ഒപ്പം മിഷണറീസ് ഓഫ് ചാരിറ്റീസ്, അത് മദർ തെരേസയുടെ സന്യാസാഭ്യാണ്, അവരെ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വശത്ത് BJP ഈ ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ മറുവശത്ത് മറ്റ് സംഘപരിവാര സംഘടനകൾ മറിച്ചൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. താങ്ക് യു. ഇപ്പോൾ സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഭാഗത്ത് BJP എങ്ങനെയെങ്കിലും ആകപ്പാടെ വിറച്ചു നിൽക്കുന്ന ഈ പാലം ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. പാംപ്ലാനി പിതാവിനെതിരെയാണ്. സഭകളുടേത് കുപ്രസിദ്ധമായ ചരിത്രമാണ് മതം മാറ്റത്തിൻ്റെ കാര്യത്തിലുള്ളതെന്ന്. കേരളത്തിലൊന്നും നമ്മൾ വ്യാപകമായി മതം മാറ്റത്തെക്കുറിച്ചൊന്നും കേട്ടിട്ടുമില്ല. ഒരു പുരോഹിതനെ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുമില്ല. നമ്മുടെ സംസ്ഥാനം തൊട്ട് മതപരിവർത്തന വിരുദ്ധ നിയമം പാസ്സാക്കിയിട്ടുമില്ല. ഇന്ത്യയിലാകെ 13 സംസ്ഥാനങ്ങളാണ്. അതിൽ 10 പാസ്സാക്കി, 3 അത് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുവരെ അത് ഇനാക്ട് ചെയ്തിട്ടില്ല. ഇതാണ് മൊത്തം അവസ്ഥ. നമ്മുടെ സംസ്ഥാനം മതപരിവർത്തന വിരുദ്ധ നിയമം പാസ്സാക്കാത്ത ഒരു സംസ്ഥാനമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരിലെ സന്യാസികളിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മളൊക്കെ ആ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആശുപത്രികളിൽ പോയി ചികിത്സിച്ചിട്ടുണ്ട്. നമ്മളെ ആരും മതമൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഇതാകണമെന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ. പക്ഷേ അതിന് ഈ രീതിയിലല്ല കാര്യങ്ങൾ നീക്കേണ്ടത്.